ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഒരു വലിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. വലിയ വീഡിയോസൊന്നും ഇപ്പോൾ അധികം ഇടാൻ പറ്റാറില്ല, പല തിരക്ക് കാരണം. ഇൻഷാ അല്ലാ ഇനി അടുപ്പിച്ച് വീഡിയോ ഇടാം കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇന്ന് സാധാരണ ഒരു ദിവസം കേട്ടോ, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ മിറാജിൻ്റെ നോമ്പാണ്. അപ്പോൾ രാവിലെ മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം അച്ചും ഫിദുൻ ഇതൊക്കെ പോയിട്ടുണ്ട്. ഷീനു ഇതാ പോകാൻ വേണ്ടിയിട്ട് യൂണിഫോം ഇട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ ഐഷും സുല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വൈകുന്നേരമാണ് കാണിക്കുന്നത്. നോമ്പ് തുറക്കാനായിട്ട് ഞാൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. മക്കൾക്കും അതാണ് ഇഷ്ടം. പത്തിരിയും കറിയൊക്കെ ആവുന്നതിനേക്കാളും ഇഷ്ടം ബിരിയാണിയാണ്. പിന്നെ എനിക്ക് ഉണ്ടാക്കാനും എളുപ്പം അതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്നൊരു ബിരിയാണി റെഡിയാക്കി. കുക്കറിൽ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കുക്കറിൽ സവാളയും തക്കാളിയും ഓയിലും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് 1-2 വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് മസാല റെഡിയാക്കി എടുക്കാറ്. ഞാനിതിന് മുമ്പ് ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് മുഴുവനായിട്ട് റെസിപ്പി കാണിക്കുന്നില്ല. അങ്ങനെ റെഡിയാക്കിയാൽ നമുക്ക് മസാല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് ഇട്ടിട്ട് വഴറ്റണ്ട. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ റെഡിയായതിന് ശേഷം ഞാൻ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ബിരിയാണി വെക്കുക. പക്ഷേ ഇന്നിപ്പോൾ വിചാരിച്ചു ചിക്കൻ ഫ്രൈ ചെയ്യണ്ടാന്ന്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഒന്ന് വേവണമല്ലോ. കാരണം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ പിന്നെ ചിക്കൻ വേവിക്കാൻ അത്ര പ്രശ്നമില്ല. പക്ഷേ ഇത് ഇങ്ങനെ ആകുമ്പോൾ ചിക്കൻ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അതിനായിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ചിക്കനിൽ ഇറങ്ങി വരും ചെയ്യും. ആ സമയപ്പോഴേക്ക് നമ്മുടെ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നെയ്ച്ചോറ് റെഡിയായ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ദം ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ജ്യൂസും കൂടെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 10 ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പുറത്തോട്ടൊന്ന് വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം. ഞാൻ ഏകദേശം ചില ചെടികൾക്കൊക്കെ എന്നും വെള്ളം ഒഴിക്കും, ചില ചെടികൾക്ക് ഒന്നരാടനും അങ്ങനെ ആയിട്ട് വെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മുടെ മണി പ്ലാന്റൊക്കെ നന്നായിട്ടൊന്ന് വളർന്നു വരുന്നുണ്ട്. ഞാൻ ഇതുപോലെ ഒരു സ്റ്റെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ മണി പ്ലാന്റിനും അതുപോലെ വെച്ച് കൊടുത്തിട്ട് അത് അത്യാവശ്യം നന്നായിട്ട് പടർന്നിട്ടുണ്ട്. ഒന്ന് പടർന്ന് പിടിക്കുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ നമ്മുടെ ചെടിക്കൊക്കെ കിച്ചൺ വേസ്റ്റ് മാത്രമാണ് കേട്ടോ വളമായിട്ട് ഉപയോഗിക്കുക. വേറെ പ്രത്യേകിച്ച് അങ്ങനെ വളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണിട്ടിട്ട് റെഡിയാക്കും. എന്നിട്ട് പിന്നെ കിച്ചൺ വേസ്റ്റ് ഒരു ടിന്നിൽ ഒഴിച്ച് വെച്ചിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് അരിച്ചിട്ട് അതിൽ ഒരുപാട് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് അതാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുക. വേറെ പ്രത്യേകിച്ച് അങ്ങനെ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാറില്ല. അച്യുതാ സ്കൂളിലൊക്കെ വന്നിട്ട് യൂണിഫോമൊക്കെ മാറ്റി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ പറയാം കേട്ടോ. സ്കൂളിൽ വന്നാൽ പിന്നെ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാവും പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഒരുപാടൊക്കെ എനിക്കിനി റെഡിയാക്കാണ്ട് കേട്ടോ. മഴക്കാലം കഴിഞ്ഞതിന് ശേഷം കുറച്ചൊക്കെ റെഡിയാക്കി. പക്ഷേ എനിക്കിപ്പോൾ അതിൻ്റെ ഇടയിൽ കൈവേദനയൊക്കെ വന്നതുകൊണ്ട് തന്നെ മുഴുവനായിട്ടൊന്നും റെഡിയാക്കാൻ പറ്റിയിട്ടില്ല. ഇനി ബാക്കിയൊക്കെ ഒന്ന് നോമ്പിന് മുമ്പായിട്ട് റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. ഇത് ഞാൻ പുതിയ പോട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അതിൽ മണി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ട് ഇതാ വളർന്നു വരുന്നുണ്ട് ഇപ്പോൾ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പത്തിനുമുല്ല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൺലൈനായിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഒക്കെ പിടിച്ചിട്ടുണ്ട്. കണ്ടോ ഞാൻ ഇന്നലെ വെള്ളം ഒഴിച്ചതാണ്. പക്ഷേ ഇവിടേക്ക് നല്ല വെയിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം മണ്ണ് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഡ്രൈ ഔട്ടോ അവിടെ മണ്ണ് കാരണം നല്ല വെയിലാണ് ഈ ഭാഗത്തേക്ക്. പിന്നെ 10 മണിമുല്ലക്കൊക്കെ നല്ല വെയിൽ വേണമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ബോഗൺവില്ലക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെയിലുള്ള ഭാഗത്ത് നോക്കിയിട്ട് കുഴിച്ചിട്ടതാണ്. പിന്നെ നമ്മുടെ ഈ ചെടികളൊക്കെ ഞാനിപ്പോൾ ഒക്കെ വേറെ പോട്ടിൽ നിന്ന് മാറ്റി കുഴിച്ചിട്ടതാണ് കേട്ടോ. ഞാൻ പുതിയ ചെടിച്ചട്ടി വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതിലേക്കൊക്കെ കുറേശ്ശെ മറ്റേതിൽ നിന്നൊക്കെ തൈകൾ എടുത്തിട്ട് കുഴിച്ചിട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് അനീഫ്ക എനിക്ക് വയനാട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. പക്ഷേ അത് ആദ്യം ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മണ്ണൊക്കെ മാറ്റിയിട്ട് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തപ്പോൾ ആ ചെടി നന്നായിട്ട് വന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ ടൗണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അതിൽ പുതിയ തൈ ഉണ്ടാകുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടികൾ വളർത്താൻ വേണ്ടിയിട്ട്. ആദ്യം എൻ്റെ അടുത്ത് ഒരുപാട് ചെടികളുണ്ടായിരുന്നു. പിന്നെ വീട് പണിൻ്റെ സമയത്ത് സിമൻറ്റ് പൊടിയൊക്കെ ആയിട്ട് അതൊക്കെ നശിച്ചു. ഇപ്പം ഞാൻ ഓരോന്നായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ട് ഇപ്പം മാഷാ അല്ലാ അത്യാവശ്യം ചെടികളൊക്കെ ഉണ്ട്. കണ്ടോ ഇതൊക്കെ ഇതിമേലൊക്കെ പുതിയതായിട്ട് പൂവിട്ട് വരികയാണ് കേട്ടോ. ഇതൊരു സൈസ് ബോഗൺവില്ല എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂവ് കാണാൻ വേണ്ടിയിട്ട്. ഒരു പ്ലാസ്റ്റിക് പൂവാന്ന് വിചാരിക്കും കണ്ടാൽ, അത്രയും ഭംഗിയാണ്. പിന്നെ അതുപോലെ തന്നെ പൂ വിരിഞ്ഞാൽ ഒരുപാട് ദിവസം നിൽക്കും ചെയ്യും കേട്ടോ. അപ്പം ഇതിപ്പോൾ അത്യാവശ്യം നല്ല വള്ളിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ അതേപോലെ 1-2 വാങ്ങി കുഴിച്ചിട്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മണി പ്ലാന്റ്. അത്യാവശ്യം നന്നായിട്ട് പടർന്നു വരുന്നുണ്ട്. ഇതിനൊക്കെ ഞാൻ വെറും കോഴിമുട്ടൻ്റെ തോടും അതുപോലെ തന്നെ ഉള്ളിൻ്റെ വേസ്റ്റൊക്കെ ഇല്ലേ അതൊക്കെയാണ് ഇട്ട് കൊടുക്കാറ്.
പിന്നെ ചെടി നനക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അകത്തോട്ട് കയറി. പിന്നെ നോമ്പ് തുറക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. നോമ്പ് തുറന്ന് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. നോമ്പ് തുറക്കുമ്പോൾ ജ്യൂസൊക്കെ കഴിച്ചിട്ട് പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇതാ നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് ഒരു വ്യത്യാസമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.